നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കുവാൻ യേശു കർത്താവിന് നമ്മെ സഹായിക്കുവാൻ കഴിയും. പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഇതാ വരുന്നു. ദൈവസന്നിധിയിൽ വരുന്നത് പേടിയോടുകൂടെയാണ്, ഭയത്തോടുകൂടെയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പാപം ചെയ്തവരെല്ലാം നിത്യ നരകത്തിലേക്ക് പോകുമെന്നും ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കേണ്ടതായ നമ്മൾ പലപ്പോഴും വഴിതെറ്റി നടക്കുമ്പോൾ ദൈവം നമ്മോട് കോപിക്കുമെന്ന ഭയം നമ്മെ വേദനിപ്പിക്കുന്നു, തട്ടിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ സൃഷ്ടികളിൽ മനോഹരിത്വമുള്ളതും കർത്താവ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കപ്പെടുന്നതും നമ്മെ ഓരോരുത്തരെയുമാണ് യേശു കർത്താവ് സ്നേഹിക്കുന്നത്. ഏദേൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്തു. എന്നാൽ കർത്താവ് അവരോട് ക്ഷമിച്ചില്ലേ? പാമ്പ് അവരെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, പറ്റിക്കുന്നു. ആ വേദനയുടെ നടുവിൽ അവർ പറയുന്നു, നീ എനിക്ക് സ്നേഹത്തോട് തന്ന ഭാര്യയാണ് എന്നെ പറ്റിച്ചത്. ഭാര്യ പറയുന്നു, ഭർത്താവാണ് എന്നെ പറ്റിച്ചത്. നമുക്കത് വേണ്ട. പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വേണ്ട. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ പാപിയാണ്. പലപ്പോഴും പല പ്രലോഭനങ്ങളിലും ദോഷങ്ങളിലേക്ക് എന്റെ ജീവിതം കടന്നു ചെന്നു. പലർക്കും മാനസികമായി വേദനയുണ്ടാക്കുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. ആരോടെങ്കിലും ഞാൻ വിരോധമായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഇത് മനസ്സ് തുറന്ന് പറയുവാൻ കഴിയുമെങ്കിൽ യേശു നമ്മെ വിടുവിക്കും. കർത്താവിനെ ഭയപ്പെടേണ്ട. കർത്താവ് നല്ലൊരു സ്നേഹിതനാണ്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന നല്ലൊരു സ്നേഹിതൻ. ആ കർത്താവിനോടുകൂടെ ചേരുന്നതായ വ്യക്തികളെ ഒരിക്കലും അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആമേൻ. നമ്മുടെ ജീവിതത്തില് രക്ഷപ്പെടില്ല. ഈ ശാപത്തില് ദോഷത്തിൽ ഞാൻ നശിച്ചു പോകുന്നു എന്ന് ഭാരപ്പെടുമ്പോഴും നമുക്കറിയാം, യേശു എന്നെ രക്ഷിക്കും, യേശു എന്നെ സൗഖ്യമാക്കും, യേശു എന്നെ വിടുവിക്കും. ആ യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ യേശു ഈ ഉപവാസത്തിന്റെ 45-ാം ദിവസത്തിൽ നമ്മുടെ സന്നിധിയിലുണ്ട്. യേശു കർത്താവ് എന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഇപ്പോഴിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറും. ഏത് രോഗമാകട്ടെ, ഏത് ശാപമാകട്ടെ, ഏത് അനർത്ഥമാകട്ടെ, രക്ഷപ്പെടില്ല എന്ന് നീ ചിന്തിക്കുന്നതായ അവസ്ഥയിൽ നിന്നും യേശുവിനോട് പറയുക, യേശുവേ, നീ എന്നെ വിടുവിക്കണം, എന്നെ നീ രക്ഷിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് എന്നെ രക്ഷിക്കും. യേശുവാണ് എന്റെ ഉറ്റ സ്നേഹിതൻ, ഉറ്റ ചങ്ങാതി, ഉറ്റ തോഴൻ. ഈ സമയം കർത്താവിനോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഈ രാത്രി മുതൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി നമ്മെ തന്നെ ഇപ്പോൾ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവേ, നീ എന്നെ രക്ഷിക്കണം. കർത്താവിന്റെ മുൻപിൽ, നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇനി പാപിയാണെന്ന് തോന്നൽ നമുക്ക് വേണ്ട. ഞാൻ തെറ്റു ചെയ്തവനാണ്, കുറ്റക്കാരനെന്ന് തോന്നൽ വേണ്ട. എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് കൂടെ പറയണം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, നീ എന്നെ വിടുവിച്ച് രക്ഷിക്കണം. യേശുവേ, നീ എന്നെ സൗഖ്യമാക്കണമേ അപ്പാ. ഹല്ലേലൂയ.
വ്യാപരിക്കുക. In the name of Jesus Christ. Oh, the Holy Spirit. The Holy Spirit. The Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അടുക്കൽ വരുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ശോധന ചെയ്യുവാൻ. യേശുവേ, ഞാൻ ചെയ്ത പാപം അകൃത്യമായി എന്റെ ജീവിതത്തിൽ വിടുതൽ ആവശ്യമുണ്ടോ? വിടുതൽ ആവശ്യമുണ്ടോ? വേണമെന്നുള്ളവർ, യേശുവിൽ നിന്നും എനിക്ക് അനുഗ്രഹം വേണമെന്നുള്ളവർ, ഹല്ലേലൂയ. നിങ്ങൾ ആരാധന കേട്ടുവന്നോ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല. മനസ്സ് ഹൃദയത്തോട് യേശുവിനെ നിലവിളിക്കുന്നതായ വ്യക്തികൾക്ക് യേശു കർത്താവ് ഇപ്പോൾ വലിയൊരു വിടുതൽ അനുഗ്രഹം തരുവാൻ പോകുന്നു. The name of Jesus. Hallelujah. 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 The name of Jesus. The Holy Spirit. The Holy Spirit. The Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിലൂടെ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സമയം നിനക്ക് ആരാധിക്കുവാൻ മനസ്സുണ്ടോ? യേശുവിനെ മനസ്സ് തുറന്ന് വിളിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? വെറുതെ ദൈവസന്നിധിയിൽ ഇരിക്കണ്ട. ദൈവസന്നിധിയിൽ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്നു. രക്ഷിക്കും. എന്റെ ജീവിതത്തിൽ യേശുവിന്റെ ശരീരത്തിലുള്ള ഭൂമി മുഴുവനും നനച്ചു. ആ ഭൂമിയിലെ ശാപങ്ങൾ ആ രക്തത്തിലൂടെ കഴുകപ്പെട്ടു. ആ കർത്താവിന്റെ രക്തം പതിഞ്ഞതായ സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തം, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തം ഈ സ്ഥലത്ത് വ്യാപരിക്കുന്നു. ഈ സ്ഥലത്ത് വ്യാപരിക്കുന്നു. ഈ സ്ഥലത്ത് വ്യാപരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ പേരും ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ പേരും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. The name of Jesus. The name of Jesus. The name of Jesus. The Holy Spirit. The Holy Spirit. The Holy Spirit. Amen. Amen. യേശുവിന്റെ നാമം ഇതാ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ ആത്മാവിനെ എന്റെ മേൽ ഇപ്പോൾ ഇറക്കണം പറഞ്ഞോട്ടാ. വിളിച്ചപേക്ഷിക്കുന്നവന് കർത്താവിന്റെ കൃപയെ ഇപ്പോൾ അവൻ അയക്കുന്നു. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടതയിലാണ് നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. The name of Jesus. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ അഗ്നിയായി ഇറങ്ങുന്നു. ആമേൻ. അഗ്നിയായി ഇറങ്ങപ്പെട്ടതായ കൃപ വിടുതലായി തീരുവാൻ വേണ്ടി, വിടുതലായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു തുടങ്ങുന്ന സമയം, ഹല്ലേലൂയ, നീ ആരാധിക്കുന്ന ഈ സമയം ബന്ധനമഴിയും, രോഗമഴിയും, ശാപമഴിയും. നസ്രേനാകുന്ന യേശുവിന്റെ നാമത്തിൽ വിടുതലിനു വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി കർത്താവിന്റെ മുൻപിൽ കരങ്ങളെ അടിച്ച് സ്തുതിക്കാൻ നമുക്ക് നമ്മുടെ കരങ്ങളെ അടിച്ചോട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. അത്ഭുതം നടക്കുവാൻ പോകുന്നു, വിടുതൽ നടക്കുവാൻ പോകുന്നു, രക്ഷ അനുഭവിക്കുവാൻ കർത്താവിനോടുകൂടെ കരടടിച്ച് സ്തുതിച്ചാട്ടാ. ഹല്ലേലൂയ, അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിലൂടെ കർത്താവ് രക്ഷിക്കുവാൻ പോകുന്നു. നമ്മുടെ വിശ്വാസത്തിലൂടെ കൊത്തുനാളി മഴ പെയ്യിച്ച പരമപിതാവേ മഴ കൊത്തുനാളി മഴ പെയ്യിച്ച പരമപിതാവേ മഴ പിന്മഴ നൽകേണം, മാലിന്യം മറേണം, ഇഞ്ചനമുണർന്നു വേദയുക. പിന്മഴ നൽകേണം, മാലിന്യം മറേണം, ഇഞ്ചനമുണർന്നു മഴ പെയ്യിച്ച പരമപിതാവേ മഴ പരിശുദ്ധാത്മാവിന്റെ ശക്തി സകലരുടെ മേൽ ഇറങ്ങിയതുപോലെ ഇതാ നമ്മുടെ മേൽ അവരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. The Holy Spirit, 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 the Holy Spirit. രോഗാത്മാക്കൾ അഴിയട്ടാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗങ്ങൾ അഴിയട്ടാം. നിങ്ങൾ മേലിരിക്കുന്ന രോഗം മാറിയായിരുന്നു നീ കരുതുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഇതിന്റെ സകല രോഗങ്ങളെയും അവൻ മാറ്റും. Holy Spirit, Amen. യേശുവേ, സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന പിതാവേ, ഈ മക്കളുടെ മേൽ നിന്റെ അഭിഷേക ശക്തി ഇറങ്ങട്ടെ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്നും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്നും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലേറ്റി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലേറ്റി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം. യേശുവിന്റെ നാമത്തിൽ the Holy Spirit നമ്മുടെ ഓരോരുത്തരുടെ മേലും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായി ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായി ഇറങ്ങുന്നു. യേശുവേ, ഈ മക്കളെ
ബലഹീനപ്പെടുത്തുന്ന ശാപം ഇപ്പോൾ ശക്തിയാലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ശക്തിയാലുമല്ല, നാളി മഴ പെയ്ച്ച വരവപിതാവേ മഴ നാളി മഴ പെയ്ച്ച വരവപിതാവേ മഴ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ദ ഹോളി സ്പിരിറ്റ്, ആ വിശുദ്ധിയുടെ ശക്തി നമ്മുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ അധികാരമുള്ള ശക്തി നമ്മുടെ മേൽ ഇതാ വ്യാപരിക്കപ്പെടുന്നു. ആമേൻ. ശാപബന്ധനങ്ങൾ പുറത്തു വരട്ടെ, രോഗത്തിന്റെ ആത്മാവ് മാറട്ടെ. നമ്മൾ രോഗികളാണെങ്കിൽ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. നമ്മുടെ രോഗം നമ്മുടെ ശരീരം വിട്ട് മാറട്ടെ. നിലവിളിയോടുകൂടെ ചോദിക്കുക, യേശുവേ, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ലാപ്പാ, ഞാനിതിൽ രക്ഷപ്പെടില്ല എന്ന് വേദനപ്പെടുന്നു, എന്നെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിക്ക് ഒത്തവണ്ണം വിടുതൽ ഇന്ന് തരുവാൻ യേശു കർത്താവ് ഇപ്പോൾ നമ്മുടെ നടുവിൽ, നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. യേശു നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. ഹല്ലേലൂയ. യേശു നിന്റെ ഹൃദയത്തിന്റെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ നിരുത്സാഹത്തോട് വിളിക്കുന്നവനെങ്കിൽ നിനക്ക് ഉത്തരമില്ല. ഹൃദയ നുറുക്കത്തോടുകൂടെയാണ് നീ വിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി സകല രോഗങ്ങളെയും ഇപ്പോൾ ഇതാ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സൗഖ്യമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രോഗങ്ങളെ യേശുവിന്റെ അടുക്കൽ പറയുക. ആമേൻ. രോഗങ്ങളെ യേശുവിന്റെ അടുക്കൽ പറയുക. നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആമേൻ. നിനക്ക് മുട്ടുവേദനയുണ്ടോ? ഹല്ലേലൂയ. കൈകാൽ കഴപ്പുകൾ നിനക്കുണ്ടോ? നിനക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ലയോ? നിനക്ക് ജോലികൾ ചെയ്യുവാൻ ആമേൻ നിനക്ക് കഴിയാത്ത അവസ്ഥയിലാണോ? ആമേൻ. നിന്റെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിലാണോ? ആമേൻ. നിന്റെ കൈകാലുകളെ ബലഹീനപ്പെടുത്തി രോഗത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുന്ന രോഗാത്മാവ് ഇപ്പോൾ പുറത്തു വരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, the Holy Spirit, the name of Jesus Christ and Holy Spirit, all pain come out in Jesus name. Oh, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ കൽപ്പിക്കുന്നു. നിന്റെ മേൽ, നിന്റെ ശരീരത്തെ വേദനിപ്പിക്കുന്ന, കൈകാലുകളെ ക്ഷീണിപ്പിക്കുന്ന രോഗാത്മാവ് ഇപ്പോൾ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. കർത്താവ് സൃഷ്ടിക്കപ്പെട്ട ശരീരം, ഈ ശരീരം, ആമേൻ, യേശുവിനാൽ നിർമ്മിക്കപ്പെട്ട ശരീരം, ഈ ശരീരം ഇപ്പോൾ എന്റെ ശരീരത്തിലെ എല്ലാ വേദനകളെയും മാറ്റുവാൻ അവന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഇതാ കടന്നു വരുന്നു. ഹല്ലേലൂയ. കൈ കാലുകളെ കർത്താവ് ഇതാ ബലം ലഭിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ
ക്ഷീണിക്കുന്ന ബന്ധനത്തെ കർത്താവിനെ തൊടുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ആ വേദനകൾ സൃഷ്ടിക്കുന്ന ബന്ധനമേ, വേദനകൾ എടുത്തു നീ പുറത്തു വാ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ബന്ധനം അഴിയുവാൻ പോകുന്നു. ഭവനത്തിലെ ബന്ധനം അഴിയട്ടോ. വിളിക്കുന്നവനെന്ന് വിടുതൽ. ആമേൻ. കുടുംബത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന പൈശാചിക ശക്തികൾ അഴിയട്ടോ. കുടുംബത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ ഇന്ന് അഴിയട്ടോ. ഹല്ലേലൂയ. ഇതാ നിന്റെ ശിരസ്സുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ വ്യാപരിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധാത്മാവിനാൽ ഇതാ നിറയപ്പെടുന്നു. നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. നിന്റെ മേൽ ഇനി ഒരു അനർത്ഥവും നിൽക്കുവാൻ അനുവദിക്കുന്നില്ല. കാലുകളിലൂടെ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നുവോ? ഹല്ലേലൂയ. നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം നിനക്ക് പൊള്ളുന്നത് പോലെ തോന്നുന്നുവോ? ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാൽ കാലിൽ നിന്ന് പഴിക്കുക. ഹല്ലേലൂയ. അവിടെ അഗ്നി ഉണ്ടായതുപോലെ ആ അഗ്നി ഇപ്പോൾ നമ്മൾ ചവിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഇതാ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ബന്ധന ശക്തികൾ ഇത് അഴിയുവാൻ പോകുന്നു. ഹല്ലേലൂയ. ബന്ധന ശക്തികൾ അഴിയുവാൻ പോകുന്നു. ആമേൻ. ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. ആമേൻ. കരങ്ങളടിച്ച് ആരാധിച്ചേട്ടോ. ബന്ധനം പുറത്തു വരുവാൻ പോകുന്നു. യോഗാത്മാവ് പുറത്തു വരുവാൻ പോകുന്നു. യോഗാത്മാവ് പുറത്തു വരുന്നു. ഭവനത്തിൽ സമാധാനം, ഭവനത്തിൽ സമാധാനം ഉണ്ടാകുവാൻ പോകുന്നു. ഭവനത്തിൽ നശിപ്പിക്കുന്ന ബന്ധനം അഴിയുന്നു. നിങ്ങളുടെ ഇടയിൽ ശബ്ദങ്ങളുണ്ടാക്കുന്ന ബന്ധനം അഴിയുന്നു. ഭവനത്തിൽ ശബ്ദങ്ങളുണ്ടാക്കുന്ന ആത്മാവ് പുറത്തുവരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ഉയർത്തിരിക്കുന്നു. നമ്മെ കൊല്ലുവാൻ മരണത്തെ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. The Holy Spirit, 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 Hallelujah, Hallelujah, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. പുറത്തു വാ. Hallelujah, ബന്ധനങ്ങളെ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. Hallelujah, യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ വാ. Hallelujah, Hallelujah, യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ.
യേശുവിന്റെ നാമത്തിൽ ശാപമേ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ സ്ഥലം വ്യാപരിക്കപ്പെട്ടിരിക്കുമ്പോൾ ശാപം യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കാം. ശാപമേ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനായിരിക്കുന്നവരാണ് മക്കളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ദോഷവും ശാപവും വഴി മാറണം. ദോഷവും ശാപവും വഴി മാറണം. യേശുവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാൽ മടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാൽ മടക്കുന്നു. The Holy Spirit, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇതാ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ മേൽ വ്യാപരിക്കപ്പെട്ടതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബന്ധനങ്ങളും രോഗങ്ങളും ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. നിനക്ക് കുടുംബത്തിൽ സമാധാനമില്ലയോ? കുടുംബത്തിൽ സമാധാനമില്ലയോ? നീ കുടുംബത്തിൽ കണ്ണുനീരോടാണ് ഓരോ ദിവസവും നീ തള്ളി നീക്കുന്നത്. ആമേൻ. കുത്തുവാക്കുകൾ അപമാനങ്ങൾ കേട്ട് നീ വേദനപ്പെട്ട് തളരുന്നുവോ? ഹല്ലേലൂയ. നിന്റെ അംബിഷൻ, ആമേൻ, നിന്റെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നുവോ? യേശുവിന്റെ നാമത്തിൽ പിശാച് നിന്റെ ആഗ്രഹങ്ങൾ തെറ്റിക്കുന്നുവോ? ഹല്ലേലൂയ. പൈശാചിക ശക്തി നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ? ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഭിഷേകത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ ഇതാ അഴിയുന്നു. ആമേൻ. നമ്മെ ബലഹീനപ്പെടുത്തിയിരിക്കുന്ന ബന്ധനങ്ങൾ ഇതാ അഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ബന്ധനങ്ങളെ ഇവരെ ബലഹീനപ്പെടുത്തുന്ന ശാപമെടുത്ത് പുറത്തു പോകും. രോഗാത്മാക്കൾ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശുവിന്റെ കാൽ മടക്കാം. The Holy Spirit, the Holy Spirit, man, യേശുവിന്റെ അധികാരമുള്ള ശരീരം പുറത്തു വാ. ഇറങ്ങി ശരീരം പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. The name of Jesus Christ is holy. It is holy. In the name of Jesus Christ. Amen. കാൽ മടക്കാം. യേശുവിന്റെ നാമത്തിൽ Wow.
സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് വിടുതൽ, രക്ഷ. ആമേൻ. സകലർക്കും ഇരിക്കാം, സകലർക്കും ഇരിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വലിയൊരു വിടുതലും വലിയൊരു രക്ഷയും നമ്മുടെ ജീവിതത്തിൽ പ്രബലമായിട്ട് പോകുന്നു. ഹല്ലേലൂയ. നമ്മെ ബലഹീനപ്പെടുത്തുന്ന രോഗം നമ്മെ വിട്ടഴിയട്ടെ. ആമേൻ. രോഗം ഇനി നമ്മുടെ ശരീരത്തിന് മേൽ നിൽക്കരുത്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആമേൻ. 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളോടുകൂടെ ഈ വൈകുന്നേരത്ത് സൂചിപ്പിക്കട്ടെ. ആമേൻ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ. അടുത്ത ഭാഗത്തിൽ വീണ്ടും പറയുന്നു, ആമേൻ, സുഖം അനുഭവിക്കുവാൻ, ആമേൻ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ആമേൻ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ഈ ഒരു ചിന്ത ഈ സന്ധ്യാസമയം നമ്മുടെ ഉള്ളത്തിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലാം. നമ്മളിൽ ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? ആമേൻ, ആമേൻ. കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കരമുയർത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുകയുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ രോഗവും ശാപവും മാറത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു എങ്കിൽ നമ്മെ ഇന്ന് തളർത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ശാപമാകട്ടെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ആമേൻ. ചില മാസങ്ങൾക്ക് മുൻപ് വെമ്പായത്തിനടുത്ത് നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്കായി കടന്നു ചെന്നു. നമ്മൾ കുറച്ചുപേര് ഉണ്ടായിരുന്നു, ഒരുമിച്ച് പോയി. അന്ന് അവിടെ പോകുമ്പോ ഒരമ്മ നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആണ് കിടപ്പുള്ളത്. ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ. കാലിന്റെ താഴ്ഭാഗം മുതൽ മുകൾ ഇടുപ്പ് ഭാഗം വരെ വ്രണമാണ്, പുണ്ണാണ്. കാൽ മുറിച്ചു മാറ്റണമെന്ന ഭാരം. നടക്കുവാൻ ആ അമ്മയ്ക്ക് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടെ ചെന്നു. ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ പലപ്പോഴും ആ അമ്മ എന്നെ വിളിക്കുക പതിവാ. ഇപ്പോൾ ഇന്ന് ഈ ആലയത്തിൽ അവർ നടന്ന് വരുവാൻ യഹോവ ഇടയാക്കി. ഹല്ലേലൂയ. അമ്മ പറഞ്ഞത് കാലിന്റെ താഴ്ഭാഗത്തിൽ ഒരു പുണ്ണുണ്ട്. അത് വളരെ വേദനയുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. തുടഭാഗമെല്ലാം അവർക്ക് സൗഖ്യമായി. ആമേൻ. ഹല്ലേലൂയ. അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ആ ദൈവാലയത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ എനിക്ക് സൗഖ്യം വരും. ആമേൻ. എന്നോടുകൂടെ വന്ന് ആ ഭവനത്തിൽ ആമേൻ ആമേൻ ആ അമ്മയെ കണ്ടവരാണ്. നമ്മൾ ആ അമ്മയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ വന്ന് പറയുന്നു, ഇവിടെ ഇമാതിരി പരിപാടി നടക്കത്തില്ല എന്ന്.
ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാ? യഹോവയുടെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സൗഖ്യമുണ്ടാകും. ആമേൻ. എന്നോട് വന്ന പുരുഷന്മാർ ഇവിടെ എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറഞ്ഞതാ, ഇമാതിരി പരിപാടി ഇവിടെ നടക്കത്തില്ല. ആമേൻ. ആ ഭവനത്തിനകത്ത് ഞാനും എന്നോട് ഒരാളും കൂടെ ആദ്യം കയറി ചെന്നു. ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോഴും ഒരു കൂട്ടം ജനം ആ വീടിന് മുകളിൽ തന്നെ നിൽക്കുന്നു. ഇവരുടെ പ്രാർത്ഥനയോ എന്തെങ്കിലും നടത്തുന്നുവോ എന്ന് അറിയുവാൻ. ഹല്ലേലൂയ. ആമേൻ. ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ എന്റെ കൂടെ വന്നതായ സകലരും ഓരോരുത്തരായി പോയി ആ അമ്മയെ കണ്ടു. ആമേൻ. ആ അമ്മ നടക്കുവാൻ കഴിയാതെ കട്ടിലിരുന്ന അവസ്ഥ ഇന്ന് ഓർക്കുന്നതായ ജനം. ഹല്ലേലൂയ. ആ അമ്മ ഇന്നിവിടെ നടന്നു കയറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാ സത്യമായും യേശുവിന്റെ നാമത്തിൽ അവന് വിടുതലുണ്ട്, അവന് സൗഖ്യമുണ്ട്, അവന് രക്ഷയുണ്ട്. അതാണ് യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവൻ, സുഖം അനുഭവിക്കുന്നവൻ കർത്താവിന്റെ നാമത്തിൽ പാട്ടുപാടേണ്ടതും ഏറ്റവും അത്യാവശ്യം. അതാണ് ആ ഭാഗത്തിൽ പറയുന്നത്. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആര്? ദൈവാലയത്തിലെ പുരോഹിതനെ നിങ്ങൾ സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്നതായ ആമേൻ ആ മൂപ്പന്റെ വിശ്വാസവും നിങ്ങൾ വിളിക്കപ്പെട്ടതായ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടാകും. അപ്പോൾ ദൈവാലയത്തിലെ മൂപ്പൻ അവനെ എണ്ണ തേപ്പിച്ചു സൗഖ്യം വരുത്തട്ടെ എന്ന വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് ഇതൊന്ന് ഫോളോ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരാകട്ടെ എന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരാകട്ടെ, ഹോസ്പിറ്റലിലോ വീട്ടിലോ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ ആമേൻ, അയാൾ സുഖമാകുന്ന സമയം വരെ ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കും. എന്നെ ഒരിക്കൽ വിളിച്ചാൽ മതി, സുഖമില്ലാതെ കിടപ്പിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ്. ആമേൻ. എന്നെ ഒരിക്കൽ വിളിച്ചാൽ അയാൾ സൗഖ്യമായി എഴുന്നേറ്റ് നടക്കുന്നത് വരെയും അയാളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എവിടെ ഇരുന്നാലും ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം അവരെ ഞാൻ ഫോൺ ചെയ്ത് കേട്ടിരിക്കും. ഫോണിലൂടെയെങ്കിലും ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിരിക്കും. കാരണം എന്തുകൊണ്ടോ? സർവശക്തനായിരിക്കുന്ന ക്രിസ്തു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഭംഗിയായി ചെയ്തിരിക്കണം. ഹല്ലേലൂയ. 2, ദീനമായി കിടക്കുന്നവൻ വിശ്വാസത്തോടുകൂടെയാണ് ദൈവാലയത്തെ മൂപ്പനെ വിളിക്കുന്നുവെങ്കിൽ, ആ പുരോഹിതനെ വിളിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ ഏതു ദീനക്കാരനായിരുന്നാലും ശരി, യേശു കർത്താവ് ആ ദൈവാലയത്തിലെ പുരോഹിതനോടുകൂടെ കടന്നു വരികയും നിന്റെ ദീന സ്ഥലത്തിൽ നിന്ന് നിന്നെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടെ ആ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ച എണ്ണ നമുക്ക് ഇവിടെ ഉണ്ട്. പലരും വാങ്ങിച്ചിട്ട് പോകും, തേച്ചിട്ട് പറയുന്നത്, അച്ചോ ഈ എണ്ണ അത്ഭുതകരമാകുന്ന എണ്ണയാണ്. നമ്മൾ സാധാ പ്രാർത്ഥനയ്ക്ക് മുൻപന്തി ഈ എണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ ഇതെന്ത് ചെയ്യും? വെളിച്ചെണ്ണയാണ്. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ അത് ഉപയോഗിക്കുമ്പോൾ കർത്താവിന്റെ ദിവ്യ ശക്തിയും അതാണ്. നീ ദീനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ ആമേൻ ആരുടെ നാമത്തിൽ?
ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. എണ്ണ പൂശി നീ പ്രാർത്ഥിക്കുക. ആരുടെ നാമത്തിൽ എണ്ണയുടെ മേൽ പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ യേശുവിന്റെ നാമം ആ എണ്ണയുടെ മേൽ വ്യാപരിക്കപ്പെടുകയും ആമേൻ ആ എണ്ണ ആമേൻ ലോകത്തിൽ വച്ച ഏറ്റവും വിശേഷതയുള്ളതായ ആമേൻ തൈലമായി, മെഡിസിനായി മാറ്റപ്പെടുകയും ആ എണ്ണ രോഗിയുടെ മേൽ പൂശപ്പെടുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ രോഗി ഏതു ദീനക്കാരനാകട്ടെ യേശുവിന്റെ നാമത്തിൽ അവന് സൗഖ്യമുണ്ടായിരിക്കും. അതാ ആമേൻ വിശ്വാസത്തോടുകൂടെ ആയിരിക്കും. 15-ാം വാക്യത്തിൽ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നീ കിടക്കയിൽ കിടക്കുന്ന രോഗിയായിരുന്നാലും ശരി, ഇനി കിടക്കുവാൻ പോകുന്ന രോഗിയായിരുന്നാലും ശരി, നീ ഇനി സുഖമില്ലാതെ ഇനി ഇതിൽ രക്ഷപ്പെടുകയില്ല എന്ന് നീ ചിന്തിക്കുന്നവനായിരുന്നാലും ശരി, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന നിന്നെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ഹല്ലേലൂയ. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുന്നവനോ ഏത് രോഗവും സൗഖ്യമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അതാണ് ഈ ആരാധനകളിലെല്ലാം പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സൗഖ്യം വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചാൽ സകല രോഗവും, ഏത് രോഗമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെയുള്ള ദീനക്കാരന്റെ പ്രാർത്ഥനയുടെ മേൽ കർത്താവ് അഭിഷേകം അയച്ചിരിക്കും, അവൻ വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നന്മ പ്രാപിച്ചു പോകുന്നവരായിട്ടല്ല. നീ രോഗിയാണെങ്കിൽ പ്രാർത്ഥിക്കണം, നീ സന്തോഷം അനുഭവിക്കുന്നവനാണെങ്കിൽ നീ പാട്ടുപാടണം. വിശ്വാസത്തോടുകൂടെ ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇരിക്കണം. അപ്പോൾ പാപമോചനമെന്ന വീണ്ടെടുപ്പ് ആർക്കുണ്ടാകും? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നീ പാപിയാണെന്ന് ബോധം ഒന്നാമതായിട്ട് കളയുക. ദൈവത്തിന്റെ നാമത്തിൽ നീ വിശുദ്ധനാണ്, നല്ലവനാണ്. ദൈവനാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ എന്റെ മേൽ പാപമില്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിന്റെ പാപങ്ങളെ അവൻ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇനി പാപിയാണെന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ആരും വരാതിരിക്കരുത്. കർത്താവിന്റെ മുൻപിൽ വരുന്നവന് പാപക്ഷമ ഉടനെ ലഭിക്കും. 2, അവൻ പാപിയാണെന്ന ബോധം അവൻ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിനോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രോഗസൗഖ്യം അവന് ലഭിക്കും. ആമേൻ. 3, വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന സകല ശാപങ്ങളെയും മാറ്റിത്തരികയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ, നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. ഹല്ലേലൂയ. അന്ത്യകാലത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നു, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നുവല്ലോ. ഓരോരുത്തർക്കും ഓരോ തോന്നലുകളുണ്ട്. പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന്, പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന ഒരു തോന്നലുണ്ട്. അതാണ് പറയുന്നത്, നിന്റെ ദ്രവ്യം പുഴുവരിച്ച് നശിച്ചു പോകും. ഹല്ലേലൂയ. നിന്റെ പൊന്നും വെള്ളിയും എല്ലാം കറ പിടിച്ചു നശിച്ചു പോകും. ഇതുകൊണ്ട് നിനക്കൊരു പ്രയോജനവുമില്ല. നിന്റെ ശരീരം നശിച്ചു പോകാതിരിക്കുവാൻ സൂക്ഷിക്കുക. ആമേൻ.
പണത്തിൽ ആശ്രയിക്കണ്ട. പണമുണ്ടായിട്ടും ശരീരം ദ്രവിച്ചുകൊണ്ടിരുന്നാൽ, നശിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം? നിന്റെ പണവും പൊന്നും വെള്ളിയും സകലതും നശിച്ചു പോകും. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരോ പന പോലെ നീതിമാൻ, പന പോലെ തഴച്ചു വളരും. നിന്റെ ദ്രവ്യം നശിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പൂർണ്ണതയുള്ളവരായിരിക്കും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന നമ്മെ രക്ഷിക്കും, നമ്മെ വിടുവിക്കും. നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ ദൈവാലയത്തിലെ മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആരെ? പുരോഹിതനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായിരിക്കുന്ന ക്രിസ്തു നിന്റെ വിശ്വാസത്തിൽ ആ പുരോഹിതനോടുകൂടെ ഇരുന്ന നിനക്ക് സൗഖ്യവും രക്ഷയും വിടുതലും തരും. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആ ക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കാം. ആ ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ ക്രിസ്തു, ഹല്ലേലൂയ, പാപമോചനം എന്ന വീണ്ടെടുപ്പും രോഗസൗഖ്യവും രക്ഷയും ഇതാ നമുക്ക് തരുന്നു. ഇനി ഞാൻ രോഗിയല്ല, ഇനി ഞാൻ രോഗിയല്ല, ഇനി ഞാൻ ശാപത്തിലുള്ളതല്ല. ക്രിസ്തുവിന്റെ മുൻപിൽ ഞാൻ എന്റെ രോഗം മാറിയതിനെ ഓർത്ത് ഞാൻ സാക്ഷി പറയുമെന്ന സാക്ഷ്യമായി നിൽക്കുവാൻ ക്രിസ്തുവിനെ ഞാൻ ഇനി തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ദീനക്കാരന് ഇന്ന് ഇപ്പോൾ സൗഖ്യം. ഈ ഗാനത്തോടുകൂടെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതും ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതും ഈ ഗാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. ഏത് രോഗമാകട്ടെ, നീ വിശ്വസിച്ച കർത്താവിനെ ആരാധിച്ച് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇരിക്കുന്നു എങ്കിൽ, കടന്നു വരുന്നു എന്ന് ആമേൻ നിങ്ങൾ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ, അതിശക്തിയായി കരങ്ങളെ അടിച്ച് ആരാധിച്ചാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങും. ആമേൻ. സംശയത്തോട് വേണ്ട, നിരാശയോടുകൂടെ വേണ്ട, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നീ ആരാധിക്കുന്നുവെങ്കിൽ ജനതയെ നോക്കണ്ട, ചുറ്റുപാടും നോക്കണ്ട, നിന്റെ മനസ്സാക്ഷിയെ നീ ഉണരുക. ആമേൻ. യേശുവിൽ വിശ്വസിച്ച് നീ ആരാധിച്ചാൽ ഇന്ന് ഇപ്പോൾ വലിയ സൗഖ്യം നമ്മുടെ മേൽ ഇറങ്ങുവാൻ പോകുന്നു. ആമേൻ. ഈ ഗാനം ശക്തിയായി നിങ്ങൾ ആരാധിക്കുമ്പോൾ അവന്റെ വിടുതൽ നമ്മുടെ മേൽ ഇറങ്ങും, വിടുതൽ സംഭവിക്കും. ഓ ഹല്ലേലൂയ. നീ ഇന്ന് ആരാധിക്കുന്നതിലൂടെ നിനക്ക് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു. ഏത് വിഷയത്തിന് മേൽ ജയമില്ല എന്ന് ചിന്തിക്കുന്നു, ഈ ആരാധനയിലൂടെ നിനക്ക് വിടുതൽ ലഭിക്കുവാൻ പോകുന്നു. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. വെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. വെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ജനതകളെ നീ നോക്കരുത്. ആമേൻ. ജനതകളെ നീ നോക്കരുത്. യേശുവിനെ വിടുവിക്കുവാൻ, യേശുവിനെ വിടുവിക്കുവാൻ നിങ്ങൾ കടന്നു വരുന്നു. നിന്റെ കുറ്റബോധം നിങ്ങൾ ഉണർത്തട്ടെ. ഓ ആരാധിച്ചാട്ടം. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളുടെ വിശ്വാസത്തിനൊത്തവണ്ണമുള്ള വിടുതൽ ഇപ്പോൾ അയക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിനൊത്തവണ്ണമുള്ള സൗഖ്യം ഇരു മനസ്സോടുകൂടെ ആയിരിക്കണം. ഇരു മനസ്സോടുകൂടെ ശക്തിയായി ആരാധിക്കുക. അത്ഭുതം, അടയാളം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു വ്യാപരിക്കപ്പെടട്ടെ. നാശകരമായ കുഴിയിൽ നിന്നും നുഴഞ്ഞ ചുറ്റി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്.
ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. ആമേൻ. നമ്മുടെ ശാപത്തിൽ പാടുന്നു. സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ. സന്തോഷമുള്ളവൻ പാട്ട് പാടുക. സന്തോഷമുള്ളവൻ പാട്ട് പാടുക. എന്റെ കാൽകളെ പാദമെടുത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാദമെടുത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എന്റെ ദൈവത്തിന് സ്തുതികൾ നൽകി. പുതിയൊരു പാട്ടെനിക്കു തന്നു എന്റെ ദൈവത്തിന് സ്തുതികൾ നൽകി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ഹല്ലേലൂയ. നിന്റെ കൈകൾ അതിശക്തിയായി നീ വീശുക. നിന്റെ കൈകൾക്ക് അവൻ ബലം തരട്ടെ. നിന്റെ കൈകൾക്ക് അവൻ ബലം തരട്ടെ. ഓ, ആമേൻ. നീ അതിശക്തിയായി ആരാധിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ശരീരങ്ങളിൽ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ശരീരങ്ങളിൽ ഇറങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. ദോഷങ്ങൾ ശാപങ്ങൾ മാറുന്നു. കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് സ്വന്തന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് സ്വന്തന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. വല്ലവൻ അവൻ വല്ലവൻ അവൻ വല്ലയോ എന്നുള്ളത്. യേശുവല്ലവൻ അവൻ വല്ലവൻ അവൻ വല്ലയോ എന്നുള്ളത്. വെള്ളത്തിൻ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. വെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. യേശുവിന്റെ നാമത്തിൽ അവൻ നമ്മെ സൗഖ്യമാക്കിയിരിക്കുന്നു, നമ്മെ വിടുവിച്ചിരിക്കുന്നു. അപരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ സകല ദോഷങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാം.